ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്നില്ലേ ഞാൻ ഒരു ദിവസം മൊത്തത്തിൽ നമ്മൾ എത്ര കുക്കിംഗ് ഉണ്ടാക്കും. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു 10 മണിയാകുമ്പോൾ എന്തെങ്കിലും നമുക്ക് കുടിക്കണമെന്ന് തോന്നും, അങ്ങനെ എന്തെങ്കിലും പായസ വക എന്തെങ്കിലും ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചഭക്ഷണം, പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഒരു സ്നാക്കായിട്ട്, പിന്നെ രാത്രിക്കത്തെ ഡിന്നർ ടൈമിന് എന്തെങ്കിലും നാസ്റ്റ ഉണ്ടാക്കും. ചിലർ ചോറുണ്ടാക്കും. അങ്ങനത്തെ ഒരുപാടില്ലേ. അങ്ങനെ ഞാൻ ഒരു ദിവസം മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ട് എല്ലാ റെസിപ്പീസിനെയാണ് കേട്ടോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇത് ആദ്യം തന്നെ ഇന്ന് പള്ളിയിലേക്ക് പത്തിൽ ചുട്ടു കൊടുക്കാനുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഞാൻ ചുട്ടുകൊണ്ടുള്ളത്. ഇത് പള്ളിയിലേക്ക് മാത്രമായിട്ട് കൊടുക്കാനുള്ള പത്തിലാണ് ഞാൻ ചുട്ടത്. ഞാനിവിടെ മേത്തി ലീവ്സ് ഇല്ലേ, അതിൻ്റെ ഒരു മട്ടറും മേത്തിയുടെ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പത്തിൽ കൊടുത്താൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ പത്തിൽ കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് മാത്രമായിട്ട് കെച്ചപ്പിൻ്റെ കൂടെയാണ് ഞാൻ ഈ മേത്തിയുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് കഴിച്ചത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചിലത് അതിൻ്റെ ലീവ്സൊക്കെ ഇല്ലേ കുറച്ചിങ്ങനെ പഴുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇനി ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്ന വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഇങ്ങനെ മട്ടർ ഉണ്ടാക്കി, പിന്നെ കുറച്ച് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. കാരണം ഫ്രൈ ഐറ്റം കഴിക്കാത്തവർക്ക് ചപ്പാത്തി ആയിട്ട് ഇങ്ങനെ കഴിച്ചോളട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മേത്തി ലീവ്സിൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. ഒരു 5-6 മിനിറ്റ് ഒന്ന് മീഡിയമിൽ വെച്ചിട്ട് കുക്കാക്കിയിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ തണുക്കുന്ന ആ സമയത്ത് ഞാനിത് 1.25 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 ടേബിൾ സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഞാൻ ചെറിയ റവയില്ല അത് എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കപ്പോളം ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണും ചെറിയ ജീരകമില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുക്കാക്കിയിട്ട് വെച്ചിട്ടുള്ള മേത്തി അതിൻ്റെ ലീവ്സൊക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ മാവില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ട് ഒരു ചെറിയൊരു 10 മിനിറ്റിൻ്റെ വേറൊരു തിരക്കുണ്ട്. അതിന് ഗീ പേസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ, നെയ്യുടെ പേസ്റ്റ്. അതിൻ്റെ ആ സമയം വരെ മാത്രം അതൊന്ന് കവറാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗീ പേസ്റ്റ് എന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ ഞാൻ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കിയിട്ട് എടുക്കുക. ഒരു സ്പൂണ് കൊണ്ട് തന്നെയാണ് ബീറ്റാക്കിയിട്ട് എടുക്കുന്നത്. ഇതുപോലെ ആദ്യമൊക്കെ നല്ല കുറച്ച് മെനക്കിടണം. പിന്നെ അത് അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. ഗീ പേസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലിട്ടിട്ടില്ലേ നന്നായിട്ടൊന്ന് പൊടിയൊക്കെ ഇതറി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ടില്ലേ ഇതിനെ 2 പോർഷൻ ആക്കുന്നുണ്ട് ഞാൻ. ഒന്ന് ഫ്രൈഡ് ഐറ്റമായിട്ടുള്ളത് മട്ടറും, മറ്റൊന്ന് ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആക്കുന്നത്. ചപ്പാത്തിക്ക് ഞാൻ ഈ ഗീ പേസ്റ്റ് ഇല്ലാക്കിയത് അത് തേച്ച് കൊടുക്കുന്നില്ല, പക്ഷെ മട്ടറിന് ഗീ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മെനക്കെടുന്ന ജോലി, എന്നാലും നല്ല ഹെൽത്തിക്ക് നല്ലതാണ് മട്ടറിൻ്റെ ഐറ്റം, ഈ മേത്തിയുടെ ഐറ്റം. കാരണം ഇതിൻ്റെ വറവ് ഉണ്ടാക്കിയാലല്ലേ ചെറിയൊരു കയ്പ ഉണ്ടാവും, പിന്നെ കറിയിലൊക്കെ കയ്പ ഉണ്ടാവും. പക്ഷേ ഈ നാസ്റ്റ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനത്തെ ഐറ്റം ആക്കിയാലേ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെടാത്തവർ ആരുണ്ടാവില്ല. അങ്ങനെ ഞാൻ നന്നായിട്ട് അതിനൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. എത്ര തിന്നാക്കിയിട്ട് പരത്താൻ പറ്റുന്നുണ്ടോ അത്രയും തിന്നാക്കിയിട്ട് പരത്തിയിട്ടില്ലേ അതിൻ്റെ മുകളിൽ ആദ്യം ഇങ്ങനെ ഈ ഗീ പേസ്റ്റ് നിറച്ചിങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ടതിനെ വീണ്ടും ഒന്ന് 4 മടക്കി കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നു. പിന്നെ കുറച്ച് പൊടി ഇങ്ങനെ വിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഗീ പേസ്റ്റ് തേക്കുക. അങ്ങനെ 2-3 തവണ ഞാനിത് ഉണ്ടാക്കിയിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അവസാനം ഇത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. കാരണം വീണ്ടും ഇത് മടക്കി കൊടുത്തിട്ടില്ലേ നമുക്ക് കട്ടാക്കിയിട്ട് എടുക്കാൻ ഈസിയാണ്. അതുകൊണ്ട് ഞാൻ റെക്റ്റാങ്കുലർ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരിക്കൽ ഗീ പേസ്റ്റ് തേച്ച് കൊടുക്കുക. ഇതിലില്ലേ ജോലിയൊക്കെ ഇവിടെയാണ് കേട്ടോ, ഈ സ്റ്റെപ്പിലാണ് ഉള്ളത്. ഇതൊന്നും റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈസിയാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇത് 4 മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ച് ഗീ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഇതിനെ ഞാൻ 2 കട്ടാക്കുന്നുണ്ട്. കാരണം ഇത് കാരണമല്ലേ എൻ്റെ ഈ മാറ്റില്ലേ ആട്ട മാറ്റ്
അതത്രയും നീളമില്ലല്ലോ, അതുകൊണ്ട് ഞാനിത് രണ്ടായിട്ട് കട്ടാക്കിയിട്ട് പീസാക്കിയിട്ട് എടുക്കുന്നത്. ഇനി നിങ്ങൾ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ ഇങ്ങനെ പരത്താണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നീളത്തിന് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ട് കട്ടാക്കിയിട്ട് എടുത്താൽ മതി. ചെറിയൊരു മെനക്കേടിൻ്റെ പണിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മേത്തി ലീവ്സ് ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ, കയ്പ്പ് കാരണം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് നോക്കുക. ഫുഡ് ഉണ്ടാക്കിയിട്ട് നോക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് നോക്കുക, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് നോക്കുക. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് നോക്കുക. ഞങ്ങൾ ഫ്രൈഡ് റൈസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് ഞാനിത് വീണ്ടും ഒരിക്കൽ കാണിക്കാം നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എങ്ങനെയായിട്ട് കഴിക്കുന്നതെന്ന്. അങ്ങനെ ഇതാ ഞാനിങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തത്. ഞാൻ ആദ്യം കത്തി കൊണ്ടാണ് കട്ടാക്കിയിട്ട് എടുത്തത്. പിന്നെ എനിക്ക് തോന്നി കത്തി കൊണ്ട് വേണ്ട, കത്തിരിയിൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. കാരണം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മാവ് പിടിക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. കാരണം കയ്യിൽ ഗോധി മാവ് കുറച്ച് ഉണ്ടാവുമല്ലോ, ഗോധിപ്പൊടി, അതുകൊണ്ട് തന്നെ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ കത്തറിലാണ് കേട്ടോ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ആക്കി വെച്ചതാണ് ഞാൻ ആദ്യമേ. പിന്നെയാണ് ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തത്. ഇവിടെ ഒന്നും മെനക്കേണ്ട പണിയില്ല. അങ്ങനെ പരത്തി കൊടുത്തിട്ട് മടക്കി കൊടുക്കുന്ന ആ സമയത്ത് മാത്രമാണ് കേട്ടോ കുറച്ച് ജോലി. കഴിക്കാനും ചുട്ടെടുക്കാനും ഒരു പണിയില്ല. അങ്ങനെ ഇതാ മീഡിയമിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുക. നല്ലൊരു ക്രിസ്പി ആകുമ്പോഴത്തേക്കാണ് എടുക്കാവോ. എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാം. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. പെരുന്നാൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആദ്യമേ നമുക്കൊരു മെനക്കെടാണെന്ന് തോന്നും, പക്ഷെ കഴിക്കുമ്പോൾ തോന്നി ഇൻഷാ അല്ലാഹ് ഒരു തവണ ഉണ്ടാക്കണം എന്നിട്ട്. അങ്ങനെ ഇത് ഞാൻ എല്ലാം ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്രിസ്പിനെസ് എത്രത്തോളം ഉണ്ട് എന്നിട്ട് ഞാൻ ഇതിൽ തന്നെ കാണിച്ച് തരാവേ. ഈ ഓയിലൊക്കെ ഇല്ല, ഗീ പേസ്റ്റ് ആക്കിയത് കാരണമാണ് ഓയിൽ ഈ കളറായിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്ക് നിങ്ങൾ. നല്ല പൊടിയായിട്ട് നല്ലൊരു ക്രിസ്പിലുണ്ടായിരുന്നു കേട്ടോ. അത് തണുത്തിട്ടും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ബാക്കിയുള്ളതിന് ബാക്കിയുള്ള മാവിലില്ലേ ഞാൻ 5 ചപ്പാത്തി ചുട്ടിട്ടുണ്ട്. ഇത് ചപ്പാത്തി പോലെയാണ് ചുട്ടെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും തേച്ചിട്ട് ഇതൊന്ന് പൊങ്ങിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ എന്തും തേച്ച് കൊടുത്തിട്ടില്ല, അങ്ങനെ തന്നെയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ഇത് കെച്ചപ്പിൻ്റെ കൂടെയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ പത്തലും കറിയാണ് കഴിച്ചിട്ടുള്ളത്, പക്ഷേ എനിക്ക് ഇതിഷ്ടമായിരുന്നു. അപ്പോൾ ഇതിനുള്ള കറി എന്ന് പറയുന്നത് കെച്ചപ്പാണ് കേട്ടോ, നല്ല സൂട്ടായിട്ടുള്ളത്. അങ്ങനെ 2 റെസിപ്പിയും കാലത്തേക്കുള്ള എല്ലാ റെസിപ്പീസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കെച്ചപ്പിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് ഞങ്ങൾ. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഇഷ്ടമുണ്ട്. കാരണം മേത്തിയുടെ ലീവ്സ് ഇല്ല, ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഉണ്ടാക്കി ചെറിയൊരു കയ്പ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കുട്ടികൾ കഴിക്കുന്ന കാണുന്നില്ലേ, നല്ല കെച്ചപ്പിൻ്റെ കൂടെ നല്ല രസമായിട്ട് തന്നെ അവർ കഴിച്ച് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്തായാലും മാങ്ങ സീസണല്ല, മാങ്ങ ഒക്കെ തീരാറായി. പക്ഷേ ഇതുവരെ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നില്ലാതുകൊണ്ട് ഒരിക്കൽ പോലും ഉണ്ടാക്കിയിട്ടില്ല. അതിന് പഴുത്ത മാങ്ങ തന്നെ വേണം കേട്ടോ. പക്ഷേ എനിക്കിത് അവസാന ടൈമിൽ കിട്ടിയ പുളിപ്പുള്ള മാങ്ങായിപ്പോയി. ഇതിനത്രയേ ഉള്ളൂ. വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 മാങ്ങ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 2 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ ബീറ്റാക്കിയിട്ട് മാംഗോയുടെ പ്യൂരി മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇത് ആദ്യം ഒരു ലെയർ ആക്കിയിട്ട് ഈ മാങ്ങ പീസാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും രണ്ടാമത്തെ ലെയറായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 ബൗളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ ചെറിയ മോൾ എന്തായാലും മാങ്ങ പീസ് ഇട്ടത് കഴിക്കൂല. അതുകൊണ്ട് തന്നെ ഞാൻ മാങ്ങ പീസ് ഇടാത്തതായിട്ട് ഒരു ബൗളിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ക്ലീൻ റാപ്പ് കൊണ്ടൊന്ന് കവറാക്കുക. അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കൊടുത്തിട്ട് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആയി പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ കവറാക്കി കൊടുത്തിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട്, എന്തായാലും ഇത് ഉണ്ടാക്കിയ ദിവസം കഴിച്ചിട്ടില്ല, പിറ്റേ ദിവസമാണ് കഴിച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്.
എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷേ എൻ്റെ ഐസ്ക്രീമിൽ ചെറിയൊരു പുളിപ്പ് ഉണ്ടായിപ്പോയി. കാരണം ഞാൻ എടുത്ത മാംഗോ നല്ലോണം പുളിപ്പുള്ളതായിപ്പോയി കേട്ടോ. അപ്പോൾ എന്തായാലും മാംഗോ എടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ തന്നെ എടുക്കണം കേട്ടോ. പക്ഷെ ഐസ്ക്രീം പെർഫെക്റ്റ് ആയിരുന്നു. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഐസ്ക്രീം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പുളിപ്പായിപ്പോയി. അതുകൊണ്ട് തന്നെ കഴിക്കാനും കുറച്ച് പാടുപെടേണ്ടി വന്നു പുളിപ്പുള്ളതുകൊണ്ട്. പിന്നെ ഇതിൽ ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കളർ ഇടാത്തത് കൊണ്ട് ഇത് നാച്ചുറൽ ലുക്കുള്ളത്. കളർ ഇട്ടിരുന്നെങ്കിൽ നല്ല യെല്ലോയിഷ് ഒന്നും ഉണ്ടാവറ്റി. പക്ഷെ ഐസ്ക്രീം പെർഫെക്റ്റ് ആയിരുന്നു. ഇതിനങ്ങനത്തെ കൺസിസ്റ്റൻസി എന്ന് പറയാനൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. മാംഗോ എത്ര ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ക്രീം എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമായിരുന്നു കഴിച്ചത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ പച്ചപ്പയറില്ല അതിൻ്റെ ചെറുപയറിൻ്റെ പരിപ്പെടുത്തിട്ട് ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഒരു കുറച്ച് വ്യത്യസ്തതയോട് കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് 6 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 6 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 100 ഗ്രാമോളം കോവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോവ ഇട്ടിട്ട് ഒരു പായസം ഉണ്ടാക്കണമെന്ന് കുറേ നാളത്തെ വിചാരമായിരുന്നു. അതുകൊണ്ട് കോവ ഇട്ട് കൊടുത്തത്. പായസത്തിന് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും കോവ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ എല്ലാം നല്ലത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപയറിന് എന്തായാലും ശർക്കര തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലങ്ങനെ കല്ലും മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശർക്കര അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ശർക്കര ഉരുക്കിയിട്ടില്ല, അതൊന്ന് അരിച്ചിട്ട് കൊടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചിക്കൻ കറിക്കുള്ള ഒരു മുളക് മസാലയാണ് കേട്ടോ. ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുളകും മല്ലിയും ചെറിയ ജീരകം വലിയ ജീരകമാണ്. അതൊന്ന് നല്ലോണം വറുത്തെടുക്കാൻ പോകുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കോവയുടെ ടേസ്റ്റ് എന്തായാലും നല്ല രസമല്ലേ. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കിഷ്മിഷ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗാർണിഷ് ആക്കാം. പക്ഷേ എൻ്റെ വീട്ടിൽ അത് ഇട്ട് കൊടുത്താൽ എന്തായാലും അതൊക്കെ കളയാൻ പോകുന്ന സംഭവങ്ങളായിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ എൻ്റെ മുളക് ഇവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊന്ന് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സ്പെഷ്യലാക്കാൻ പോവാം. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനൊരു 10-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചും എല്ലാം കൂടിയിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാം. പിന്നെ നോർമലായിട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഉള്ളി വറുത്തെടുത്തിട്ട് മുളകൊക്കെ ഇട്ടിട്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവസാനമാണ് കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് ചിക്കൻ്റെ തേങ്ങ അരച്ച കറിയാണ്. നല്ല രസമുണ്ട് കേട്ടോ. പഴയ സ്റ്റൈലിലൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇനി തക്കാളി ഒന്ന് കുക്കായതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ക്യാപ്സിക്കം ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആയി പോവാം. അത്രയും ഉടയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ക്യാപ്സിക്കം അവസാനം ഇട്ട് കൊടുത്തിട്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളക്കാൻ വെക്കാം. തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് സോയ സോസ് 1 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ ഓഫാക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ട് തീ ഓഫാക്കി കൊടുക്കുന്നുണ്ട്. അവസാനം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പിന്നെ 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തു. എല്ലാം ഇങ്ങനെ മുറിച്ചിട്ട് ഒന്നിച്ചിട്ട് ഇട്ട് കൊടുത്തതാട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയും കൂടി റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്തിട്ട് അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. അങ്ങനെ ഒരു ദിവസം മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പീസാണ് ഇത് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. നല്ല അടിപൊളിയായിട്ട് കമൻറ്റൊക്കെ വായിക്കുമ്പോഴാണല്ലോ വീണ്ടും നമുക്ക് എന്തായാലും വീഡിയോ ഇടാൻ തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ടിൻ്റെ ഒരുപാട് ആവശ്യമുണ്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നെക്സ്റ്റ് കാണാം. താങ്ക് യു. ബൈ ബൈ.